ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി BS4 മോഡലാണ്. നമുക്കതിൻ്റെ കാർബറേറ്റർ വഴി ആ പെട്രോളിൻ്റെ ഓവർഫ്ലോ പൈപ്പ് വഴി പെട്രോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കംപ്ലയിൻറ്റ്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നതാണ്. അപ്പോൾ ശരിക്കും അതിനകത്ത് സംഭവിച്ചാണ് കേസ് എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് ക്ലിയറായിട്ട് കൃത്യമായിട്ട് അടയാത്തത് കൊണ്ട് വന്ന കംപ്ലയിൻ്റാണ് മെയിനായിട്ട് സംഭവിച്ചാണ് കേസ് കംപ്ലയിൻറ്റ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുകളിൽ എത്തനോൾ 20% 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിന് ഇപ്പോൾ കൂടുതലായിട്ട് വരാം. അപ്പോൾ വണ്ടി നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ആ പ്രോബ്ലം വരാം. വണ്ടി അനങ്ങാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇരിക്കുന്ന യൂണിറ്റ് ഇത് തന്നെ ഫ്ലോട്ട് വാൽവ് ഇത് തുറക്കുകയും അടയുകയും ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് പെട്രോൾ കാർബറേറ്ററിൻ്റെ അടിയിലേക്ക് ഇറങ്ങുകയും ആവശ്യത്തിന് നിറഞ്ഞു കഴിയുമ്പോൾ ചെന്ന് മുകളിലേക്ക് കയറും ഓഫ് ആവണതും ഇതിൻ്റെ ഒരു പ്രവർത്തനം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ ഇത് ശരിക്കും അലുമിനിയം ബോഡിയാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ പോലെ ഇതുമ്പോൾ ഒരു ഫംഗസ് പോലെ പിടിച്ചിരുന്നിട്ടാണ് കൃത്യമായിട്ട് അത് തുറന്ന് വന്നിട്ട് രണ്ടാമത് അടയുന്നുണ്ടായില്ല. അതാണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്ത് നമുക്ക് ഇപ്പോഴത്തെ പ്രോബ്ലം പരിഹരിച്ച് വിട്ടാലും ഈ പറഞ്ഞ രീതിക്കൂടെ നമ്മൾ ഉപയോഗിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് കേട്ടോ നിലവിൽ. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് നമുക്കിപ്പോൾ ശരിക്കും അങ്ങനെ പറഞ്ഞ കേസിൽ ഇപ്പോൾ ഈ കാർബറേറ്ററിന് കംപ്ലയിൻറ്റ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഭാഗത്തൊക്കെ നമ്മൾ ടച്ച് ആവുന്നത് പൊടി പോലെ വന്നുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഈ അലുമിനിയം കേസ് ശരിക്കും അവിടുന്ന് ദ്രവിച്ചു വന്നാണത്. കാരണം ഒരു ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവ് ഈ എത്തനോളിനുണ്ട് സംഭവം. അത് നമ്മളിപ്പോൾ കൂടുതലായിട്ടങ്ങനെ പെട്രോൾ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഈ അലുമിനിയം ഇത് ഈ എത്തനോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വാട്ടർ കണ്ടൻറ്റ് ഫോം ചെയ്യാനത് അത് ശരിക്കും നമുക്ക് ഈ അലുമിനിയം ബോഡിക്ക് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുന്നത് ഇടയ്ക്ക് വണ്ടി കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാതെ ഒന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 6 മാസത്തിലൊരിക്കൽ തന്നെ പെട്രോളിൽ ഈ ഇതിനെ പ്രതിരോധിക്കുന്നൊരു കെമിക്കൽ കിട്ടും. പെട്രോൾ അഡിറ്റീവ്സ് എന്ന് തന്നെ പറയാം. അതിടയ്ക്കൊന്ന് യൂസ് ചെയ്യുക. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതേപോലെ അങ്ങനെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ എൻജിൻ ഹെഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന കാർബണൊക്കെ ആ വാൽവിനകത്തൊക്കെ കുറച്ചൊക്കെ ഒരു വേരിയേഷൻസ് അതിൻ്റെ ഉള്ളിൽ വരുത്താനായിട്ട് അതിന് സാധിക്കും. അതാണ് നമുക്ക് കൂടി പുറമേ നിന്ന് ചെയ്യാൻ പറ്റാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രോബ്ലം പരിഹരിച്ചാലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുള്ള വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നു അങ്ങനെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് പറഞ്ഞാലും നിലവിൽ സംഭവം ഇതാണ് അവസ്ഥ. അതാദ്യം മനസ്സിലാക്കാം. കംപ്ലയിൻറ്റ് വരാനുള്ളൊരു സാധ്യത കൂടുതലുണ്ട് കേട്ടോ. വീണ്ടും അടിക്കടി അത് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈ കാർബറേറ്റർ അസംബ്ലി ഇതേപോലെ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ഏകദേശം നമുക്ക് 3000 രൂപ അടുത്ത് കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ക്ലീൻ ചെയ്ത് നോക്കാം. പെട്ടെന്ന് റിപ്പീറ്റ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഉപയോഗിക്കുക. അതാണ് ചെയ്തത്. മാക്സിമം ഓടുന്നിടത്തോളം ഓടിക്കുക. തീരെ രക്ഷയില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അതിന് നമുക്ക് മെയിനായിട്ട് വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഷെയ്ക്ക് വന്നാൽ അനങ്ങിക്കൊണ്ടിരിക്കണം. അതായത് വണ്ടി ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി ഇപ്പോൾ 1-2 കിലോമീറ്ററിനേലും വണ്ടി ലോക്കൽ ഓട്ടത്തിനൊക്കെ ആയാലും ഉപയോഗിക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. കൂട്ടത്തിൽ കൂടെ ഈ പറഞ്ഞ പെട്രോൾ അഡിറ്റീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ലിറ്റർ പെട്രോൾ മിനിമം വേണം അതിനകത്തേക്കാണ് ആ ബോട്ടിൽ ഒഴിക്കേണ്ടത്. ഈ പെട്രോൾ പമ്പിൽ പറഞ്ഞ് കിട്ടും. അതൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഒരു 6 മാസത്തിലൊരിക്കലാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു പരിധി വരെയൊക്കെ നമുക്കതിനൊരു എന്താ പറയുക അതിനൊരു പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പം നിലവിൽ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അവർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം കേട്ടോ.